കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കളോടും സ്നേഹിതരോടും സുഹൃത്തുക്കളോടുമുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ സൈന്യത്തെ, നമുക്കെതിരെ കൂട്ടുകെട്ടുകളും ആലോചനകളും ഒരുക്കുന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്നൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം 7-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഭക്തനായ മനുഷ്യനോട് ചോദിച്ചാൽ ഏതു സാഹചര്യത്തിലാണ് താൻ ഈ വാക്യം എഴുതെന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമായ, വളരെ ഭീതി പരത്തുന്ന നിലയിൽ തനിക്കെതിരെ വന്ന പ്രതിസന്ധികളെ കണ്ടിട്ടായിരിക്കാം താൻ പറയുന്നത്, എൻ്റെ ചുറ്റും പാളയമിറങ്ങി എനിക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കാൻ ഒരു ദൈവം തൻ്റെ ദൂതനെ അയക്കുവാനിടയായിത്തീരും. അതേ പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും വളരെ ഭീതിയോടെ, വളരെ ഭയത്തോടെ, എൻ്റെ ജീവിതത്തിൽ ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, എന്നെ തകർക്കുവാൻ ശത്രു ഒത്തിരി പദ്ധതികൾ ഒരുക്കുന്നല്ലോ എന്ന് വേദനയോടിരിക്കുന്നെങ്കിൽ നിങ്ങളെ ഉറപ്പിക്കാൻ, നിങ്ങളെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മായി വചനം കൈമാറുന്നു. അവൻ തൻ്റെ ദൂതനെ അയച്ച് പാളയമിറങ്ങി നമ്മെ വിടുവിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്നോട് ചേർന്ന എത്ര പേർക്ക് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും? എലീശാ പ്രവാചകൻ ഒരിക്കൽ അരാമ്യ സൈന്യങ്ങൾ യുദ്ധത്തിനു വേണ്ടി കാര്യാദികൾ ക്രമീകരിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനാ റൂമിൽ തനിക്കത് തിരിച്ചറിവുണ്ടായി. തൻ്റെ രാജാവിനോട് അത് അറിയിക്കുകയും അവർ ഏത് പ്രതിസന്ധികൾ, അവർ ഏത് യുദ്ധമുറകൾ ആസൂത്രണം ചെയ്യുന്നോ അതെല്ലാം പ്രാർത്ഥനാ റൂമിൽ ദൈവമനുഷ്യൻ തിരിച്ചറിയുകയും അവർ ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം നിർവീര്യമാക്കി കളയുകയും ചെയ്തപ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവിടേക്ക് ശക്തിയുള്ളൊരു സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. പ്രാർത്ഥിക്കുന്ന എലീശയെ തകർത്ത് കളയാൻ, ദൈവത്തിൻ്റെ നിയോഗമുള്ള എലീശയെ ഇല്ലായ്മ ചെയ്തു കളയാൻ അരാമ്യ സൈന്യം പട്ടണം വളയുകയാണ്. എന്തിനാണ്? ഇനിയും അരാമ്യ സൈന്യം ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ, ഇവൻ തകർന്നാൽ, എലീശ ഇല്ലാതായാൽ അരാമ്യ സൈന്യം മുഴുവനും അവിടെ കയറി ജയം പ്രാപിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കുന്നവനെ ഇല്ലാതാക്കാൻ. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥന നിയോഗമുള്ള ചിലതിനെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ചില ദേശത്തിനകത്ത് പ്രാർത്ഥന നിയോഗമുള്ള ചിലരെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ചില സഭകൾക്കകത്ത് പ്രാർത്ഥന നിയോഗമുള്ള ചിലരെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ചുറ്റും നോക്കിയാൽ അവരെ തകർക്കാൻ, അവരുടെ കുടുംബത്തെ തകർക്കാൻ, അവരുടെ നാശം കാണുവാൻ പിശാച് ഹിഡൻ അജണ്ടകൾ ഒരുക്കുമ്പോൾ ദൈവം അവരെ ഉറപ്പിച്ചു നിർത്താനുള്ള ദൂത് കൈമാറുന്നത് ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ അരാമ്യ സൈന്യം ചിന്തിച്ചത്, എലീശയെ തകർത്താൽ ഇനി അവർ ഒരുക്കുന്ന പദ്ധതികൾ, ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ഇസ്രായേലിൽ നടപ്പാക്കാൻ കഴിയും. പ്രൈസ് ഗോഡ്. എന്നാൽ പ്രാർത്ഥിക്കുന്നവന് ചുറ്റും വെളിപ്പെട്ടു നിൽക്കുന്നത് രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ല, ഒരു ഭരണാധികാരിയുടെ പ്രൊട്ടക്ഷൻ അല്ല, മറിച്ച് സകല ലോകത്തെയും ഒറ്റ വാക്കുകൊണ്ടുണ്ടാകട്ടെ എന്ന വാക്കിൽ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമാണ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ചുറ്റും ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയും, ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അതെ, ഈ ലോകത്തിലെ പ്രഭുക്കന്മാരും അധികാരികളും പ്രാർത്ഥിക്കുന്ന ഒരുവന് ചുറ്റും അവനെ ഇല്ലായ്മ ചെയ്തു കളയാൻ, നശിപ്പിച്ചു കളയാൻ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ
അതിനും അപ്പുറമായി അവർ അവരുടെ കൂടാരത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ തന്നെ ദൈവം തന്റെ ദൂതനെ അപ്പോയിന്റ് ചെയ്ത് ദൂതന്മാരുടെ ഒരു സംരക്ഷണ വലയം തന്റെ ഭക്തന് ചുറ്റും ഇറങ്ങി നിൽക്കുന്നത് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിങ്ങനെയാണ് വായിക്കുന്നത്. ആ ബാല്യക്കാരനോട് എലീശ പറയുന്ന ഒരു പദമാണ്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, നാം എന്തിനകത്താണ് ഭയപ്പെട്ടിരിക്കുന്നത്? ചില വെല്ലുവിളികൾ കേട്ടിട്ടല്ലേ നാം ഭയപ്പെട്ടിരിക്കുന്നത്? നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് ചിലർ പറഞ്ഞില്ലേ? നിന്നെ നാളത്തെ സൂര്യൻ ഉദിക്കുന്നത് കാണിക്കത്തില്ലെന്ന് ചിലർ വെല്ലുവിളിച്ചില്ലേ? നിന്റെ കുടുംബം മുച്ചൂട് മുടിഞ്ഞു പോകുമെന്ന് വെല്ലുവിളിച്ചില്ലേ? അതൊക്കെ കേട്ടിട്ട് അയ്യോ എനിക്കത് വന്നു ഭവിക്കുമോ എന്ന് ഭയപ്പെട്ടല്ലേ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇരിക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ നോക്കി പരിശുദ്ധാത്മ കൈമാറുന്നു. ആ ഭയത്തിനകത്തു നിങ്ങൾ പുറത്തു വരണം. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമായ സൈന്യ ബഹുത്വത്താൽ ബലമുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ഉറപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമുക്ക് ചുറ്റും പാളയമിറങ്ങി നിൽപ്പുണ്ട്. അരാമ്യ സൈന്യം എലീശയ്ക്ക് ചുറ്റും വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അവരെക്കാളും വലിയൊരു പട, അവരെക്കാളും വലിയ അഗ്നി. സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അഗ്നിമയമായ രഥങ്ങളും കുതിരകളും തൻ്റെ ഭക്തന് ചുറ്റും ഇറങ്ങി നിൽക്കുന്നത് ശത്രു സൈന്യം കാണുകയാണ്. നാം കണ്ണു തുറന്ന് കാണണം. നമുക്ക് ചുറ്റും മനുഷ്യന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത്, അധികാരികളുടെ പ്രൊട്ടക്ഷൻ അല്ല ഉള്ളത്. നമുക്ക് ചുറ്റും സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ പ്രൊട്ടക്ഷനായി ഇറങ്ങുവാനിടയായി തീരും. ഭയത്തിൽ നിന്ന് പുറത്തു വരട്ടെ. നമ്മെ ഭയപ്പെടുത്തുന്ന വെല്ലുവിളികളിൽ നിന്ന് പുറത്തു വരട്ടെ. നമ്മെ ഭയപ്പെടുത്തുന്ന ഏതു വിഷയമാണെങ്കിലും നാം പുറത്തു വന്ന് നമുക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് വളരെ ശക്തിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും നമുക്കായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.